സംസ്ഥാനത്ത് അതിതീവ്രമായ മഴ തുടരുന്നു. ഇന്നും 3 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നതും. വിവിധ ഇടങ്ങളിലായി കനത്ത നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് 3 ജില്ലകളിൽ തീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ടും 11 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടും നൽകുന്നുണ്ട്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിർത്താതെ പെയ്യുന്ന മഴയ്ക്കൊപ്പം തന്നെ വീശിയടിക്കുന്ന കാറ്റും വലിയ നാശനഷ്ടങ്ങൾ അതുപോലെ ദുരന്തവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നദികൾ, ജലാശയങ്ങളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്നു. തീരപ്രദേശത്ത് കടലേറ്റവും ഉയർന്ന തിരമാലകളും തുടരുകയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരങ്ങളിൽ റെഡ് അലേർട്ടും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശത്ത് ഇന്ന് രാത്രി വരെ ഓറഞ്ച് അലേർട്ടും തുടരും. ജൂൺ 3 മുതൽ മഴയുടെ തീവ്രത കുറയാനാണ് സാധ്യതയെന്നും പറയുന്നു. കനത്ത മഴയെ തുടർന്ന് ഇന്ന് 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം, എറണാകുളം, തൃശൂർ, വയനാട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കുട്ടനാട് താലൂക്കിനും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് അംഗൻവാടികൾ, മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ കനത്ത മഴ തുടരവേ ഇതുവരെ തുറന്നത് 4 അണക്കെട്ടുകളാണ്. കല്ലാർകുട്ടി, മലങ്കര, പൊന്മുടി, പാമ്പ്ള അണക്കെട്ടുകളാണ് ഇപ്പോൾ നിലവിൽ തുറന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഭൂതത്താൻകാട് ഡാമും തുറന്നതായ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. മഴയും ആ ഒരു വ്യാപ്തി അളക്കുമ്പോൾ തന്നെ ജില്ലകൾ തരംതിരിച്ചെടുത്താൽ വിവിധ ജില്ലകളിലായി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജില്ലയിൽ 103 വീടുകൾ ഭാഗികമായും 9 വീടുകൾ പൂർണ്ണമായും തകർന്നു. അതുപോലെ 10 ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അതിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുടുംബാംഗങ്ങളാണ് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അപകട സാധ്യതയുള്ള മേഖലയിൽ നിന്നും മാറി താമസിക്കാൻ ആളുകൾക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത കാറ്റിൽ എറണാകുളം ജില്ലയിൽ കുമ്പളം കായലിൽ വള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ പറവൂർ, കോടമംഗലം, മുളവണ്ണൂർ പറമ്പിൽ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയാണ് കാണാതായത്. കൂടാതെ തന്നെ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നീന്തി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കുമ്പളം കായലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കവേ കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടുകൂടിയാണ് പെട്ടെന്നുണ്ടായ അതിശക്തമായ കാറ്റിൽ ഈ വള്ളം മറിയുകയായിരുന്നു. അങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നതും. ജില്ലയിൽ ഇതുവരെ 182 വീടുകൾ നാശനഷ്ടം സംഭവിച്ചു. അതുപോലെ 3 വീടുകൾ പൂർണ്ണമായും 179 വീടുകൾ ഭാഗികമായും തകർന്നു. കനത്ത മഴയിൽ കാക്കനാട്, ചിത്രപ്പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിലായി പുഴയിലെ തന്നെ ജലനിരപ്പ് ഉയരുകയും ഈ ഒരു അവസരത്തിൽ അവിടെ തന്നെ താമസിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശവും മരം കടപുഴകിയുള്ള അപകടങ്ങളും എല്ലാം ജില്ലയിൽ പലയിടങ്ങളിലായി നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മണ്ണത്തുരയിൽ കനത്ത കാറ്റിൽ 52 സെന്റിലെ കാർഷിക വിളകളാണ് ഇപ്പോൾ നിലംപൊത്തിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ കൃഷിനാശം ഉണ്ടായത്. അതുപോലെ തിരുവനന്തപുരം നഗരത്തിലേക്ക് വരികയാണെങ്കിൽ വീശിയടിച്ച ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. 2 വീടുകൾ പൂർണ്ണമായും അതുപോലെ ഒട്ടേറെ വീടുകൾ ഭാഗികമായും തകർന്നു. അതുപോലെ തന്നെ കഴക്കൂട്ടം അനന്തേശ്വരം അനിലിന്റെ വീട് പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന അനിലും അമ്മയും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ അടുത്തുള്ള പല വീടുകൾക്കും ഇതുപോലെ നാശനഷ്ടം സംഭവിക്കുകയും വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണുകൊണ്ട് അത് പൂർണ്ണമായും തകരുന്ന സാഹചര്യവും ഉണ്ടായി. അതുപോലെ തന്നെ ഇവരെല്ലാം ഈ വീട്ടിലുണ്ടായിരുന്ന വ്യക്തികളെല്ലാം തലനാരിഴയ്ക്ക് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതും. ശക്തമായ കാറ്റിൽ വൈദ്യുത ലൈനുകൾ തകർന്നതോടെ തന്നെ കാട്ടാക്കട, നെയ്യാറ്റിൻകര താലൂക്കുകളിൽ ഇന്നലെ രാത്രി മുതൽ വൈദ്യുതി ഇല്ലാതെ എല്ലാവരും ഇരുട്ടിലാണ്. വെള്ളയമ്പലം, പട്ടം, കരമന, കാച്ചാണി തുടങ്ങിയ ഒട്ടേറെ ഇടങ്ങളിൽ മരം വീണ് വാഹനങ്ങൾ തകർന്നു. അതുപോലെ ഉള്ളൂരിൽ തണൽമരം കടപുഴകി വീണ് ദേശീയപാതയിൽ ഒരു മണിക്കൂർ, ഏകദേശം 1 മണിക്കൂറോളം തന്നെ ഗതാഗതം തടസ്സപ്പെട്ടു. മാത്രമല്ല റെയിൽവേ ട്രാക്കിൽ 3 ഇടങ്ങളിലായി മരം വീണതിനെ തുടർന്നുകൊണ്ട് നേത്രാവതി ട്രെയിൻ അടക്കം ജനശതാബ്ദി ട്രെയിൻ അടക്കം എല്ലാം വളരെ വൈകിയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും KSEBയുടെ നഷ്ടം 100 കോടി കവിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. വിതരണ മേഖലയിൽ ഏകദേശം 120 കോടി 81 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 2190 ഹൈ ടെൻഷൻ പോസ്റ്റുകളും അതുപോലെ 16,366 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. 2345 സ്ഥലങ്ങളിലായിട്ട് ഹൈ ടെൻഷൻ ലൈനുകളും
45,459 സ്ഥലങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകളും പൊട്ടി വീണിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്കയിടങ്ങളിലും ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തകരാർ സംഭവിച്ചു. മഴ തുടരുന്നതിനാൽ തന്നെ അതിരാവിലെ പത്രവിതരണവും അതുപോലെ റബ്ബർ ടാമ്പിക്കും മറ്റു ആവശ്യങ്ങൾക്കും പുറത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത തന്നെ പുലർത്തണം. അതുപോലെ തന്നെ വൈദ്യുതി ലൈനുകൾ അപകടകരമായി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അതിന്റെ സമീപത്തേക്ക് പോകുക ചെയ്യരുത്. ഉടൻ തന്നെ സമീപത്തെ KSEB ഓഫീസിലേക്ക് വിളിക്കുകയാണ് അല്ലെങ്കിൽ വിളിച്ചറിയിക്കുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.